വീണ്ടും ഒരു കൊച്ചു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ എത്തുകയാണ്. ഞാൻ സുവിശേഷൻ കെ എബ്രഹാം. കഴിഞ്ഞ 38 വർഷങ്ങളായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിൽ, കേരളത്തിലെ 14 ജില്ലകളിലും ഗ്രാമാന്തരങ്ങളായി ഒരു സുവിശേഷ ടീമായിട്ട്, അതും ഏകദേശം 28-ൽ പരം വർഷങ്ങൾ യാത്ര ചെയ്ത് മൈതാനങ്ങൾ കാണുന്നിടത്ത്, ചർച്ചുകളുടെ മുറ്റങ്ങളിൽ, വീടുകളുടെ മുറ്റങ്ങളിൽ, ആൾക്കൂട്ടമുള്ളിടങ്ങളിലെല്ലാം ക്ഷണിച്ചും ക്ഷണിക്കാതെയും ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകി. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ അല്ലെ തോന്നുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ആ സെൻറ്റൻസ് എനിക്കൊത്തിരി ഇഷ്ടമാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാം. ഡോണ്ട് പ്രീച്ച് വിത്തൗട്ട് പ്രിപ്പറേഷൻ. ഒരുങ്ങണം, ഒരുക്കണം. പ്രസംഗകൻ ഒരുങ്ങണം, പ്രസംഗം ഒരുക്കണം. പ്രസംഗകൻ ഒരുങ്ങുമ്പോൾ അതിനകത്തവൻ പ്രാർത്ഥനയിൽ ഒരുങ്ങണം, ആത്മാവിൽ ഒരുങ്ങണം. 3, അവൻ വിശുദ്ധിയിൽ ഒരുങ്ങണം. നിങ്ങളൊരു അഭിഷക്തനാണ്, നിങ്ങളൊരു ദൈവത്തിൻ്റെ വചനം ചുമക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രതികൂലങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടാകും. എപ്പോൾ വരെ ഉണ്ടാകും? ഒരു നിശ്ചിത കാലയളവല്ല, മരിക്കുന്നത് വരെ ഉണ്ടാകും. ഞാൻ ഉറപ്പ് പറയുന്നു, അത് ചെറുതോ വലുതോ ആകാം. ദാവീദിൻ്റെ ഒന്നാമത്തെ ശത്രു അപ്പനും അമ്മയുമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊണ്ടു. സങ്കീർത്തനം 27:10. ദാവീദിൻ്റെ രണ്ടാമത്തെ ശത്രു താൻ ആട് മേയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ആടുകളെ ഉപദ്രവിക്കാൻ വന്നു. തൻ്റെ നേരെ തിരിഞ്ഞ സിംഹവും കരടിയുമായിരുന്നു. തൻ്റെ മൂന്നാമത്തെ ശത്രു താൻ ഏലാ താഴ്വരയിൽ ആഹാരവുമായി ചെന്നപ്പോൾ, നീ എന്തിനിവിടെ വന്നു, ആടുകളെ എവിടെ വിട്ടിട്ട് വന്നു എന്ന് പറഞ്ഞ് തൻ്റെ നേരെ ആക്രോശിച്ച കൂടെ പിറന്ന സഹോദരങ്ങളായിരുന്നു. തൻ്റെ നാലാമത്തെ ശത്രു ഗോലിയാത്തിനെ കൊന്നിട്ട് തിരിച്ചു വരുമ്പോൾ, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പാടിയപ്പോൾ കേട്ട് അസൂയ പൂണ്ട ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. തൻ്റെ 5ാമത്തെ ശത്രു ശൗല് തനിക്ക് കൊടുത്ത മീഖൾ എന്ന് പറയുന്ന ആ ഭാര്യയായിരുന്നു. അത് തനിക്കൊരു കണിയായി തീർന്നു എന്ന് ബൈബിളിൽ തന്നെ ഉണ്ട്. തൻ്റെ 6ാമത്തെ ശത്രു തൻ്റെ ഭാര്യയിൽ ജനിച്ച തൻ്റെ സ്വന്തം രക്തത്തിലെ മക്കൾ തന്നെയായിരുന്നു. അടുത്ത തൻ്റെ പ്രതികൂലത്തിലേക്ക് താൻ കയറുന്നത് തൻ്റെ ശരീരത്തിൽ, തൻ്റെ മനസ്സിൽ, തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ജഡം, മാംസചിന്തകൾ കയറി. കാരണം എന്താ? ഏകദേശം പ്രതികൂലങ്ങളെല്ലാം ശാന്തമായപ്പോൾ, തനിക്കൊരു സ്വസ്ഥതയുണ്ടായപ്പോൾ, ശത്രു ആക്രമിച്ചത് തൻ്റെ വിശുദ്ധ ജീവിതത്തെയാണ്. ആ സംഭവമാണ് ഊരിയാവും ബർശബയുമൊക്കെ കഥാപാത്രങ്ങളായിട്ടുള്ള ദാവീദിൻ്റെ 8ാമത്തെ പ്രതികൂലം.
50-ാമത്തെ വയസ്സിൽ 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതേണ്ടി വന്നു. ഞാനിങ്ങനെ ഈ മെസ്സേജിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കാം. എത്ര വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടെങ്കിലും, എത്ര കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ ലോകത്തിന് എത്ര രാജ്യങ്ങളിൽ പ്രസംഗിക്കുന്നവരായാലും, എത്ര കോടികൾ നിങ്ങൾ സമ്പാദിച്ച് നിങ്ങൾ സഭാസ്ഥാപനങ്ങളോ അതിൻ്റെ കൂടെ എത്ര 1000 സഭകൾ, അതായത് പല സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിച്ച് ബൈബിൾ കോളേജുകളും ഓർഫണേജുകളും ഓൾഡ് ഏജ് ഹോമുകളും നേഴ്സിംഗ് ഹോമുകളും ഒക്കെ ഉള്ളവരായിക്കോട്ടെ, ഇതൊന്നും കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ പോകുവാനുള്ള സർട്ടിഫിക്കറ്റുകളോ മാനദണ്ഡങ്ങളോ അവാർഡുകളോ അല്ല എന്ന് ഞാനും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ലോകത്തിൽ ആരും പെർഫെക്റ്റ് അല്ല. കൊലോസ്യ ലേഖനം 1:28 പറയുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവരാകേണ്ടതിന്. ഇതൊരു വലിയ യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് പിശാചിനെ അല്ല, മതസംഘടനകളെ അല്ല, ക്രിസ്തുവിന് വിരോധമായി സഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നിയമസംഹിതകളെ അല്ല, ഭരണകൂടങ്ങളെ അല്ല. വ്യക്തമാണ്. നാം ഭയപ്പെടേണ്ടത്, നാം വളരെ സൂക്ഷിക്കേണ്ടത് രാജ്യം ഭരിക്കുന്നവരെ അല്ല, രാഷ്ട്രീയ സംഘടനകളെ അല്ല, മത സംഘടനകളെയോ മത നേതാക്കന്മാരെ അല്ല, നമ്മുടെ ശരീരത്തോട് വിശുദ്ധ ജീവിതത്തോട് പോരാടുന്ന ജഡത്തെ സൂക്ഷിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ളവർ. That's the word is very important. Underline. These words are not for everybody. എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ക്രിസ്തുയേശുവിലുള്ളവർ അതാരാ? രക്ഷിക്കപ്പെട്ടവർ, ദൈവവചനപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചവർ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, ബൈബിൾ പ്രസംഗിക്കുന്നവർ, പ്രവാചകന്മാർ, ആത്മാവിൻ്റെ കൃപാവര ശുശ്രൂഷകൾ ചെയ്യുന്നവർ, സഭാ ശുശ്രൂഷകന്മാർ, അധ്യക്ഷന്മാർ, ക്രിസ്തുയേശുവിലുള്ളവർ. അവരുടെ ജഡത്തെ, എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗങ്ങളോടെ മോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. ഇത് വളരെ ആത്മാവിൽ പല തവണ പ്രാർത്ഥിച്ച് ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന് 11 മുതൽ വായിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയുവാൻ താല്പര്യമുണ്ട്, നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരുമുണ്ട്, നിങ്ങൾക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് വിവരിച്ചു തരാൻ ബുദ്ധിമുട്ടാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവർ, കാലം നോക്കിയാൽ സഭകളുടെ അധ്യക്ഷന്മാരാകേണ്ടവർ ഇപ്പോഴും കട്ടിയായ ആഹാരം വേണ്ട. അവർ പറയുന്നത് കട്ടിയായ ആഹാരം വേണ്ട, പാൽ മതിയെന്ന്. പാൽ എന്താ പാല്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ. എന്താ അർത്ഥം? മാനസാന്തരത്തിൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ടില്ലെന്ന് ഇപ്പോഴും. കട്ടിയായ ആഹാരത്തോട് ഇപ്പോഴും റിജക്ഷൻ ഉണ്ട്, ഒരു ദഹനക്കേട്. എന്താ? ശൈശവ പ്രായത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാല് മാത്രം കൊടുക്കുന്നത് എന്തുകൊണ്ടാ? കാരണം കട്ടിയായ ആഹാരം കൊടുത്താൽ ദഹിക്കില്ലെന്ന്. കട്ടിയായ ആഹാരം ദഹിക്കത്തില്ല. ഇപ്പോഴും ഉണ്ട് ക്രൈസ്തവ സഭയ്ക്കകത്ത് വർഷങ്ങളായി കാലം നോക്കിയാൽ, അതാ വാക്യം. ഇത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വ്യാഖ്യാനിച്ച് പറയുന്നതല്ല. കാലം നോക്കിയാൽ കാർഡ് പൂരിപ്പിച്ച് കൊടുത്ത് സ്നാനപ്പെട്ട് കൈപൊക്കി സഭയ്ക്കകത്ത് വന്ന് ആരാധിക്കാൻ തുടങ്ങിയ കാലം അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവർ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് പാല് മതിയെന്ന്. എബ്രായ ലേഖനം 5-ാം അധ്യായം 11 മുതൽ വായിക്കണേ, അണ്ടർലൈൻ ചെയ്യണം.
ഒരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? ഒരു മാറ്റം നമുക്ക് ആവശ്യമല്ലേ? അതുകൊണ്ടാ സർവശക്തനായ കർത്താവ് പറഞ്ഞത്, അപ്പോസ്തലന്മാർ പറഞ്ഞത്, പ്രാർത്ഥന ഉപവാസത്താലുമല്ലാതെ ഈ ജാതി ഏത് ജാതി? നമ്മളതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ആ ജാതി എന്നുള്ളതിന്. ഏത് ജാതി? അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു 10 ശിഷ്യന്മാരെ മാറ്റി നിർത്തി അവരോട് പറഞ്ഞു. 10 ശിഷ്യന്മാരെ മാറ്റി നിർത്തി. ബാക്കി 2 പേരാരാ? സെബദി മക്കളാണ്, യാക്കോബ് യോഹന്നാനും. എന്താ? അവർ യേശുവിനോട് പറഞ്ഞു, നിൻ്റെ ഇടത്തും വലത്തും മഹത്വത്തിലിരിക്കാൻ ഞങ്ങൾക്ക് 2 കസേര വേണമെന്ന്. ഇത് കേട്ടിട്ട് ബാക്കി 10 പേർക്ക് അവരോട് നീരസം തോന്നി. മർക്കോസ് 10:35 മുതൽ 41 വരെ വായിച്ചു. അവരോട് യേശു പറഞ്ഞു, നീരസം തോന്നിയ 10 പേരുടെ മനസ്സറിഞ്ഞിട്ട് യേശു പറഞ്ഞു, ആ 2 പേരിൽ, ആ കസേരയ്ക്ക് വേണ്ടി ഓടിയ 2 പേരിൽ ലോകത്തിൻ്റെ പ്രഭു, ജാതികളിൽ ഉന്നതരായവർ, ജാതികളിൽ പ്രഭുക്കളായവർ, ജാതികളിൽ മഹത്വക്കളായവർ അവരുടെ ഉള്ളിൽ കർത്തൃത്വം നടത്തുന്നു. ആക്ച്വലി അതിൻ്റെ അർത്ഥം എന്താ? അത് പിശാചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഈ സെബദി മക്കളുടെ അകത്ത് പിശാച് കയറുമോ? ഇല്ല. അപ്പോൾ ലോകത്തിൻ്റെ പ്രഭുവെന്നും ജാതികളിൽ പ്രഭുക്കളായവരെന്നൊക്കെ അവിടെ പറയുമ്പോൾ ശരിക്കും അത് ജഡചിന്തയാണ്. ജഡചിന്ത, ജഡം, മാനുഷിക ചിന്ത സൂക്ഷിക്കണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. എൻ്റെ മെസ്സേജ് ഷോർട്ട് മെസ്സേജാണ്, പക്ഷെ ഒരു കടലിലോളം ഇതിന് ആഴമുണ്ട്. പിന്നത്തേതിൽ ഇതെല്ലാം സംഭവിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളുടെ എല്ലാം കടന്നുപോയി. പിന്നത്തേതിൽ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. എന്താ? 103-ാം സങ്കീർത്തനത്തിൽ നന്ദിയുള്ളൊരു ഹൃദയം ദാവീദിനുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ ശ്രേഷ്ഠനായ ഇടയനോടുള്ള സ്നേഹം ദാവീദിനുണ്ട്. 55-ാം സങ്കീർത്തനത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കരയുന്നൊരു ദാവീദുണ്ട്. 31-ാം സങ്കീർത്തനത്തിൽ ഉടഞ്ഞ മനസ്സുള്ളൊരു ദാവീദുണ്ട്. 30-ാം സങ്കീർത്തനത്തിൽ എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കി എൻ്റെ റെട്ട അടിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുമെന്ന് പറയുന്നൊരു ദാവീദ്. എത്ര ദാവീദിനെ പറയണം? 43-ാം സങ്കീർത്തനത്തിൽ 41-ാം സങ്കീർത്തനത്തിൽ നീർത്തോടുകളിലേക്ക് ഓടുന്ന മാനിനെ പോലെ ഓടുന്ന ഒരു ദാവീദിനെ കാണാം. എളിയവനെ ആദരിക്കുന്ന ദാവീദിനെ കാണാം. ഇതെല്ലാം കൂടെ കേട്ടിട്ടാണ് കർത്താവ് പറഞ്ഞേ, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മെസ്സേജ് ഒരാവർത്തി കേട്ടാൽ പോരാ, വീണ്ടും കേൾക്കണം. ഇത് നിങ്ങളെ വളരെ ചിന്തിപ്പിക്കും, ജീവിതത്തെ മാറ്റും. ഏറ്റവും വലിയ ശത്രു നമ്മുടെ അകത്ത് തന്നെയുണ്ട്. അതിനെ അടിമപ്പെടുത്തണം, അതിനെ ക്രൂശിക്കണം, അതിനെ തകർക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ എന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ആത്മീയൻ വളരട്ടെ, ആത്മീയൻ വിശുദ്ധൻ നമ്മുടെ ഉള്ളിൽ എഴുന്നേൽക്കട്ടെ. എപ്പോഴും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കാം, ലോകത്തെ നേടാം, അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയാകാം. God bless you. God bless you. God bless you.